ഈ മുന്നണി സംവിധാനം എന്നത് നമ്മുടെ രാജ്യം ഉണ്ടായ കാലം തൊട്ട് കോൺഗ്രസ് മുന്നണിയായിട്ടാണെങ്കിലും ഒരുപാട് ഈ മുന്നണി രാഷ്ട്രീയം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പം അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മുന്നണി സംവിധാനത്തിനകത്ത് ഏത് മുന്നണിയിലാണെങ്കിലും അതിലെ പ്രധാനപ്പെട്ട പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് എല്ലാ ആളുകളെയും ചേർത്ത് നിർത്തുന്ന ഒരു സംവിധാനത്തിൻ്റെ തലപ്പത്തുള്ള ആളെന്ന നിലക്കാണ് പ്രവർത്തിക്കേണ്ടത്. ഇപ്പം നമ്മൾ വളരെ വലിയ ഭൂരിപക്ഷമായിട്ട് അതിശക്തമായിട്ട് ഭരിക്കുകയാണ് 10-15 വർഷമായിട്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP നേതൃത്വം നൽകുന്ന NDA മുന്നണി രാജ്യം ഭരിക്കുകയാണ്. പക്ഷേ നമുക്കറിയാം ഇത്തവണ കഴിഞ്ഞ 2 തവണകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തവണ ഒരു തൂക്ക് സർക്കാരായിട്ട് വന്നപ്പോൾ നരേന്ദ്രമോദി എന്ന് പറയുന്നതിൻ്റെ ലീഡർഷിപ്പിലുള്ള നേതാവ് എന്ന് വെച്ചാൽ ഇപ്പോൾ ചോദ്യം ചെയ്യാൻ ഇല്ലാത്ത വിധം അത്രമേൽ ശക്തനായിട്ടുള്ള രാജ്യത്തെ ഏറ്റവും ശക്തനായിട്ടുള്ള രാഷ്ട്രീയ നേതാവെന്ന് സംശയമില്ലാത്ത വിധം നമുക്ക് എല്ലാവർക്കും പറയാവുന്ന നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ മുന്നണിയിലെ മറ്റ് നേതാക്കളോട് ഏത് നിലക്കാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിലും മറ്റുമൊക്കെ പെരുമാറിയിരുന്നത് നമ്മൾ കണ്ടു ദൃശ്യങ്ങളിൽ. പിന്നെ ഈ മന്ത്രിസഭാ രൂപവൽക്കരണത്തിലൊക്കെ അവർ കാണിച്ചിരിക്കുന്ന ഒരു ഈ മുന്നണിക്കകത്തെ പരസ്പരമുള്ള കെട്ടുറപ്പിൻ്റെ സൂചകങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ ഇഷ്ടം പോലെ ഉള്ളതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു മുന്നണി ആവശ്യമുള്ള ഈ പ്രതിപക്ഷത്ത് നിൽക്കുന്ന കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഈ ഇന്ത്യ മുന്നണി ഏത് നിലക്കാണ് അതിൻ്റെ നേതാക്കന്മാർ അതിലെ മുന്നണിയിലെ പാർട്ടികളോട് പെരുമാറുന്നതെന്ന് ചോദിച്ചാൽ ആകപ്പാടെ കോമഡിയായിട്ടാണ് തോന്നുന്നത്. എന്നുവെച്ചാൽ നമ്മൾ കാണുമ്പോൾ കോൺഗ്രസ് സർക്കാരിൻ്റെ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ ഈ മുന്നണി എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോൾ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വോട്ട് ആ പക്ഷത്താണ്, രാജ്യത്ത് ഭൂരിപക്ഷം വോട്ട് അപ്പുറത്താണ്. നരേന്ദ്രമോദി സർക്കാർ ഭരിക്കുന്നത് 50% താഴെ വോട്ട് ശതമാനമേ NDA മുന്നണിക്കാകെയുള്ളൂ. ബാക്കി കൂടുതൽ വോട്ടിരിക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ കൈവശമാണ്. അപ്പോൾ ഇവരെല്ലാവരും പല പാർട്ടികളാണ്, ചെതറി നിൽക്കുകയാണ്. അതുകൊണ്ടുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ മുന്നണി കൂടുതൽ ആവശ്യമുള്ളത് ആർക്കാണ്? അത് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഈ പ്രതിപക്ഷത്തെ പാർട്ടികൾക്കാണ്, ചെറുതും വലുതുമായ പാർട്ടികൾക്കാണ്. ആ മുന്നണിയിലെ ഏറ്റവും വലിയ പാർട്ടി ഏതാണ്? അത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിന് ഏറ്റവും വലിയ നേതാവാരാണ്? അത് രാഹുൽ ഗാന്ധിയാണ്, മല്ലികാർജ്ജുൻ ഖാർഗെയാണ്. ഇതിനകത്ത് മുന്നണിക്കകത്തെ നേതാക്കന്മാരെ കൊണ്ടു നടക്കാനുള്ള അതിനുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി കാണിക്കേണ്ടുന്ന ആളുകൾ ഈ പറഞ്ഞ 2 ആളുകൾ, പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയാണല്ലോ. അവിടെ കുഴപ്പമുണ്ടാക്കുന്നതും രാഹുൽ ഗാന്ധിയാണ്. എന്നുവെച്ചാൽ സ്വന്തം കാലിലേക്ക് വെടിവെച്ചുകൊണ്ടേയിരിക്കുന്ന ആൾ രാഹുൽ ഗാന്ധിയാണ് എന്നാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ പ്രാദേശികമായ പ്രശ്നങ്ങളിൽ ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസും CPM തമ്മിൽ നേർക്കാണ് മത്സരം, ഇടതുപക്ഷവും UDF തമ്മിൽ നേർക്കാ മത്സരം. അപ്പോൾ അവിടെ ശക്തമായിട്ട് രാഷ്ട്രീയമായിട്ട് എതിർക്കേണ്ടി വരും. അല്ലാതെ ഇതിപ്പോൾ നമ്മൾ സൗഹൃദത്തിലാണെന്ന് പറഞ്ഞിട്ട് തെരഞ്ഞെടുപ്പൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ കൊണ്ടുപോയാൽ ഇവിടെ സർക്കാർ കിട്ടുകയില്ല. ഇപ്പോൾ ഈ 102 സീറ്റ് കിട്ടിയിരിക്കുന്നത് അങ്ങനെ അതിശക്തമായിട്ട് പോരാടിയിട്ട് തന്നെയാണ്. പക്ഷേ അപ്പോഴും അത് രാഹുൽ ഗാന്ധി പറയേണ്ടുന്ന വർത്തമാനമാണോ എന്ന ചോദ്യം സാങ്കത്യമുള്ളതായിട്ട് അവിടെ നിലനിൽക്കും. ഈ പറയുന്ന BJP ബന്ധമൊക്കെ ആരോപിക്കാം, അതൊരു ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ വെച്ചാൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞില്ലെങ്കിലും ഇവിടെ തെരഞ്ഞെടുപ്പിൽ ജയിച്ച രാഹുൽ ഗാന്ധി അത് പറഞ്ഞില്ലെങ്കിൽ രാഹുൽ ഗാന്ധി അത് പറയണോ എന്നിടത്തേ ഈ പ്രശ്നമുള്ളൂ. അപ്പോൾ രാഹുൽ ഗാന്ധി ഈ മുന്നണിയെ മുന്നോട്ട് നയിക്കാനുള്ള അതിൻ്റെ ലീഡർ എന്ന നിൽക്കുമ്പോൾ ഈ പറയുന്ന കാര്യം പറയേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിൽ വരികയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഹർഷൻ നേരത്തെ സൂചിപ്പിച്ചു. അതായത് രാഹുൽ ഗാന്ധി എന്താ പറയുന്നത്? CPMന് BJP ബന്ധമുണ്ടെന്ന്. BJPക്കെതിരായിട്ടാണ് ഈ മുന്നണി കൊണ്ടുപോകുന്നത്. അപ്പോൾ BJP ബന്ധമുണ്ടെന്ന് രാഹുൽ ഗാന്ധി പറയുന്ന CPM കൂടെ ചേർന്നതാണ് BJPക്കെതിരായിട്ട് പോരാടുന്ന ഈ ഇന്ത്യ മുന്നണി. പരിഹാസ്യമല്ലേ അത്? അതിപ്പോൾ മുരളീധരനോ BJPക്കാരോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ BJPക്ക് വേണ്ടി എഴുതുന്ന ആളുകളോ ഇന്ത്യ മുന്നണി എന്ന് കളിയാക്കിയാൽ വല്ലതും പറയാൻ പറ്റുമോ? അപ്പോൾ ഇതെന്തിനാണ് നിങ്ങൾ നടന്നത്? ഞങ്ങൾ നടന്നത് ഇങ്ങനെ ഇവർക്കെതിരെയായിട്ടാണ്. ഇവർക്കെതിരെയുള്ള ആളുകൾ ഇവരോടൊപ്പം സഖ്യം പ്രാപിച്ചു എന്ന് നമ്മൾ പറയുന്ന ആളുകളെ തന്നെ ചേർത്തിട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത്. ആകപ്പാടെ കോമഡി എന്ന് പറയില്ലേ. അപ്പോൾ ഇത് ഇന്ത്യ മുന്നണി എന്ന പേരൊക്കെ ഇട്ട് വളരെ ഗംഭീരമായിട്ടൊക്കെ വന്നപ്പോൾ ഇതിനുണ്ടായിരുന്നൊരു ഗൗരവ സ്വഭാവം ഇപ്പോൾ ഇല്ല. പിന്നെ ഇവിടെ തമിഴ്നാട്ടിലാണെങ്കിലും നമ്മൾ പറഞ്ഞല്ലോ, തമിഴ്നാട്ടിൽ രാഷ്ട്രീയ മര്യാദ കാണിച്ചില്ല. അത് ഏതെങ്കിലും നിലക്ക് പിന്നെ ഇതൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. കാരണം കോൺഗ്രസ് ഒരു പ്രാദേശിക സ്ഥലത്ത് മാത്രം നിൽക്കുന്ന പാർട്ടിയല്ല. ഇപ്പോൾ DMK തമിഴ്നാട്ടിൽ നിൽക്കുന്നത് പോലെയോ CPIM ഇടതുപക്ഷ പാർട്ടികളും കേരളത്തിൽ നിൽക്കുന്ന പോലെയുള്ളൊരു സ്വഭാവമല്ല കോൺഗ്രസിനുള്ളത്. കോൺഗ്രസ് പലയിടങ്ങളിലും ഇപ്പോൾ ക്ഷീണിച്ചിട്ടാണെങ്കിലും കോൺഗ്രസ് കുറെ കൂടെ വിശാലമായ ദേശീയ പാർട്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രാദേശിക വിഷയങ്ങളിൽ അത്തരം നിലപാടുകൾ എടുക്കേണ്ടി വരും. തമിഴ്നാട്ടിൽ ഞങ്ങൾക്ക് പവർ മന്ത്രിസഭയിൽ അംഗത്വം കിട്ടിയാലാണ് ഞങ്ങളുടെ പവർ വലുതാക്കാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ അവരത് ചെയ്യണം. ഓക്കെ, ഇപ്പുറത്ത് ഇവിടെ CPMനെതിരെ രൂക്ഷമായിട്ട് ആക്രമിച്ച ശേഷം മാത്രമേ അവിടെ വിജയിക്കുന്നാണെങ്കിൽ അവരത് ചെയ്യണം. പക്ഷേ ഇത് ചെയ്യുമ്പോൾ അപ്പുറത്ത് മുന്നണി എന്ന നിലക്ക് നിൽക്കുന്ന സംഗതികൾക്കകത്ത് ഈ കാര്യങ്ങളെ കൊണ്ടുപോകാനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞത കാണിക്കുക എന്നുള്ളത് അതിന് ഇനിവിറ്റബിളാണ്, അതിന് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. അത് ചെയ്യുന്നില്ല എന്നിടത്താണ് പ്രശ്നമില്ലായിരുന്നു. അത് പക്ഷേ പൊളിക്കാനും കൂടെ നോക്കുകയാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഇവരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധിയാണല്ലോ. രാഹുൽ ഗാന്ധിക്ക് മേലാണ് പ്രതിപക്ഷം എന്ന് പറയുന്ന ഈ ആളുകളെല്ലാം. പിന്നെ ഈ നേതാക്കളും പാർട്ടികളും സമ്മതിക്കില്ലെങ്കിൽ പോലും അണികൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷത്തെ നേതാവായിട്ട് കാണുന്നത് രാഹുൽ ഗാന്ധിയാണ്. ആ രാഹുൽ ഗാന്ധിയാണ് ഈ കുട്ടികളി കളിക്കുന്നത്. ഇദ്ദേഹം വന്നിട്ട് ഇവിടെ ഈ വിശാല മുന്നണി താല്പര്യങ്ങൾക്ക് അപ്പുറത്തുള്ള ഒരു കാര്യം പറയേണ്ടെന്ന് വല്ല കാര്യമുണ്ടോ? അങ്ങനെയാണ് ഈ പ്രശ്നം അവിടെ ഉണ്ടാകുമായിരുന്നില്ലല്ലോ.